അവിടെ ഒരു കൂട്ട സിലോപ്പിയ. ചാകരയാണ്, ചാകര സിലോപ്പിയ ചാകര. അടിപൊളി സാധനം പെട്ടിട്ടുണ്ട്. കാളാഞ്ചി അടിച്ച് നല്ലത് കാണിച്ചാണ് ഞാൻ കണ്ട. അടിപൊളി സാധനം കാളാഞ്ചി അടിച്ചിട്ടുണ്ട്. കാളാഞ്ചി ഇതാണോ ഡിസ്കോ വല? ഡിസ്കോ വലയിട്ടുള്ള മീൻപിടുത്തമാണേ. മീനൊക്കെ പുതപ്പിച്ച് വലയ്ക്കകത്തോട്ട് ഓടിച്ച് കയറ്റിക്കണം. കിട്ടിയോ? ആഹാ, നമ്മള് വല എന്താ സ്ഥലം എന്താ? ഒരു കുറുവായി ഒരു വള്ളത്തി വേണ്ട. തപ്പിപ്പിടിക്കുകയാണേ. കഴിഞ്ഞ് ഇനി കുറച്ച് നേരം നമുക്ക് മീനെ ഒന്ന് തപ്പിപ്പിടിക്കാം. തൂളി ആ വല ഇട്ടതിന് ശേഷം ഇവിടെ എല്ലാം അനക്കി നമ്മൾ ആ കാട്ടിൻ്റെ ഇടയിലും അവിടെ എല്ലാം നല്ലപോലെ അനക്കി മീനെ ചാടിക്കണം. അതാ വല ഇവിടെ സൈഡിൽ ഇട്ടേക്കുക. നല്ലപോലെ അണക്കുമ്പോഴത്തേക്ക് മീനെല്ലാം വെളിയിൽ ചാടും. സിലോപ്പി എല്ലാം വെളിയിൽ വരട്ടണ ചാടിയിരി. ഇറക്കിയിട്ടുണ്ട്. വേണമെന്നാ എന്നാ ഇങ്ങോട്ട് കാണിച്ചാ. വേണ്ട, നല്ല നാടൻ സിലോപ്പിയ. വീണ്ടും സിലോപ്പി അടക്കിയിട്ടുണ്ട്. സിലോപ്പി മൊത്തം സിലോപ്പി ഉടക്കിയേക്കുവാണ്. ശരിക്കും സിലോപ്പി ഉടക്കിയിട്ടുണ്ട്. വലയിലോട്ടൊന്നും കയറത്തില്ല. മീനങ്ങോട്ട് ഉടക്കട്ടെ. അങ്ങോട്ട് ശരിക്കും മീൻ കിട്ടിയിട്ടുണ്ട്. വല നിറച്ച് ചാകര. അടുത്ത സിലോപ്പി കൂട്ടത്തോടെ വിട്ടേക്കുക. രണ്ടെണ്ണം ഒരുമിച്ച് വിട്ടില്ല. പടയ്ക്കാതെ ചരുവത്തിലോട്ടും കിട്ടേക്കാം. അടുത്ത സിലോപ്പി കിട്ടിയിട്ടുണ്ട്. പടയ്ക്കാതെ ഇത് നമ്മുടെ വല ഏതായിരുന്നു? ഡിസ്കോ വലയല്ലേ ഇത്? ഡിസ്കോ വലയിലാണ് സിലോപ്പി ഇഷ്ടം പോലെ അടിക്കുന്ന. ഡിസ്കോ വല സൂപ്പർ വല കേട്ടോ. മീൻ ഇതിൻ്റെ സൈഡിൽ കൂടെ പോയത് അപ്പോഴേ ഉടക്കും. ഇതാണ് നമ്മുടെ സൈറ്റ്. വലിയ കുളമാണ്. നേരത്തെ ഇത് മീൻ വളർത്തുകുളമായിരുന്നു. ഇപ്പോൾ വളർത്തൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ സിലോപ്പികൾ വന്ന് കയറി ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഇത് പാടാണല്ലോ. നല്ല ഉടക്കം ഉടക്കുന്നില്ലേ? പുള്ളിക്കകത്ത് കൊണ്ട് എടുത്ത് അതുകൊണ്ടാണ് ഈ ചൂണ്ടയിട്ടാ കിട്ടാത്തത് ഇല്ലേ? ഞാനത് എപ്പോഴും ചൂണ്ടയിട്ട് നോക്കും. ഇവിടെ വന്നിരുന്നു ഒന്നും കിട്ടത്തില്ല. കണ്ടോ, വലയിട്ടപ്പോൾ കിട്ടി നോക്ക്. നല്ല മുട്ട സിലോപ്പിയ. ഇവിടെ ഒരു സിലോപ്പിയ ഉടക്കി കിടക്കുന്നു. നമ്മുടെ കാലിൻ്റെ അടുത്ത് തന്നെ കിടക്കുന്നു സിലോപ്പിയ. ഞാനെടുക്കാൻ നിന്നാൽ ഇതിപ്പോൾ താഴെ പോവും. വീഡിയോ എടുപ്പോൾ മീനെടുപ്പോൾ നടക്കത്തില്ല. ചെറുതല്ലണ്ണ, നല്ല ഇടത്തര സിലോപ്പിയാണ്. വലിയ സിലോപ്പിയ തീരെ ചെറുത് ഇതിനകത്ത് കുരുങ്ങത്തില്ല.
ഇടത്തരം എന്താ ഈ നല്ല ഇടത്തരം സിലോപ്പിയ കുരുങ്ങുന്നില്ല, തീരെ ചെറുതൊന്നും. എടുത്ത് കാണിച്ചാ രണ്ട് സിലോപ്പിയും കൂടെ എടുത്ത് കാണിച്ചേ, നമ്മുടെ പ്രേക്ഷകരൊക്കെ കാണട്ടെ. നല്ല മാംസക്കട്ടിയുള്ള സിലോപ്പിയ. മൊത്തം 3-4 ഒരുമിച്ച് കിടക്കുന്നു. നാലഞ്ചെണ്ണം ഒരുമിച്ച് ഉടക്കി കിടക്കുന്നത് കണ്ട. എത്ര എണ്ണം നോക്കിയേ, ഏതാ ഏരിയ? കാളാഞ്ചി ഉടക്കി. എന്താ കാളാഞ്ചി? ആ അടിപൊളി സാധനം പെട്ടിട്ടുണ്ട്. കാളാഞ്ചി അടിച്ച് നല്ലത് കാണിച്ചേണ്ട അതിനെ കണ്ട. അടിപൊളി സാധനം കാളാഞ്ചി കയറി അടിച്ചിട്ടുണ്ട്. കാളാഞ്ചി മൊത്തം സിലോപ്പി അടിച്ച് കിടക്കുക ഇവിടെ, എല്ലായിടം സിലോപ്പി. ഈ കാട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടേ അതിൻ്റെ അടിയിൽ കയറി നിൽക്കുന്ന എലിയാണ്. എന്താ ഈ കാട്ടിൻ്റെ ഇടയിലാണ് സിലോപ്പി മൊത്തം ഉള്ളത്. ഈ കാടിൻ്റെ ഫ്രണ്ടിൽ വലയിട്ടിട്ട് കാട് മൊത്തം അനക്കിയപ്പോൾ എല്ലാം വെളിയിലോട്ട് ചാടി. എന്താ അതുകൊണ്ട് ഇത്ര സിലോപ്പി ആയിട്ടുണ്ട്. അടിപൊളി സൂപ്പർ കോര ഐറ്റംസിൽ പെട്ട സാധനം കാളാഞ്ചി. വേറെ പേരുണ്ട് ഇതിന്, ബാരാമുണ്ടി എന്ന് പറയും. ശരി പാടാ, നല്ല ഉടക്കുടക്കില്ലേ അവൻ, നല്ല ഉടക്കുടക്കിയേക്കുന്നത്. വല കീറി എടുക്കാനേ പറ്റത്തുള്ളൂ അതിന്. അപ്പൊ ഇതിന്റെ വലുതൊക്കെ ഇവിടെ കാണുമായിരിക്കുമല്ലോ. മുട്ടനാകുന്ന മീനാ ഇത്. നല്ല ഉടക്കായി പോയി സംഭവം കിട്ടിയ കാളാഞ്ചി. എന്താ കാളാഞ്ചി ഇവിടെ കൂട്ടത്തെ പെട്ട് കിടക്കുമായിരുന്നു നമ്മള്. ചേട്ടാ പടയെന്നെടുത്തു. ഇതൊന്നും എന്തായാലും ഈ 1 കിലോ നിറച്ച് മീൻ കിട്ടും, 1 ചെരുവ നിറച്ച് മീൻ കിട്ടും. ഇവിടെ എല്ലാം കൂട്ടത്തിൽ അടിച്ചു കിടക്കും. 7-8 എണ്ണം 9 എണ്ണം ഒരുമിച്ചൊക്കെ കുരുങ്ങി കിടക്കുന്നത്. വേണ്ട സിലോപ്പിയ താണ്ട ഒരു കൂട്ടത്തോടെ അടിച്ച് കിടക്കുക. സിലോപ്പിയ എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് പെട്ടുപോയി. എത്ര എണ്ണമാണോ? 1, 2, 3, 4, 5, 6 എണ്ണം ഒരുമിച്ച് കുരുങ്ങിപ്പോയി. നല്ല അടിപൊളി സിലോപ്പിയ. ത്തോടെ സിലോപ്പിയ അടിച്ച് കിടക്കുന്നു. 1, 2, 3, 4, 5 എണ്ണം. നല്ല നിറച്ച് സിലോപ്പിയ കുരുങ്ങിയേക്കുവാണ്. വേണ്ട നല്ല നിറച്ച് സിലോപ്പിയ. ഇതുണ്ടോ നല്ല നിറച്ച് സിലോപ്പിയ, നല്ല നാടൻ സിലോപ്പിയ. വേണ്ട ഒരു തൂളി അടിച്ചിട്ടുണ്ട്. മൊത്തം സിലോപ്പിയ. വേണ്ട അടുത്ത സിലോപ്പിയ. വലിയ സിലോപ്പിയ അല്ല, നല്ല സൈസ് സിലോപ്പിയ. വേണ്ട അടുത്ത സിലോപ്പിയ. വീണ്ടും വരണം. വേണ്ട ഇതെന്താ കുറുവേ? ഒരു കുറുവാപ്പരലില്ലേ? തൂളിയാണത്. മൊത്തം സിലോപ്പിയ. നോക്ക് ഇത്ര സിലോപ്പിയ ഇങ്ങനെ ഒരുമിച്ച് വിലക്കുരുക്കുന്ന നേരത്തിൽ കണ്ടിട്ടുണ്ടോ? ഇത് വളർത്തുവളമൊന്നും അല്ല കേട്ടോ. ഇതിങ്ങനെ ചിലർ വിചാരിക്കും ഇത് വളർത്തുന്ന വളത്തിൽ ഇങ്ങനെയിട്ട് പിടിക്കുന്നതായിരിക്കും. ഇത് വളർത്തുവളമൊന്നും അല്ല. ഉണ്ടോ സമയം എടുക്കും ഇത് അഴിച്ചെടുക്കാൻ. വലിയ സിലോപ്പിയ ആയതുകൊണ്ട് അപ്പോൾ നമ്മുടെ ക്ലിക്ക് മാമൻ്റെ സിലോപ്പി ഇവിടുത്തെ ഇതാണ്. എനിക്ക് 2 കിലോ ഒക്കെ ഉള്ള കിട്ടിയിട്ടുണ്ട്. കാളാഞ്ചിയല്ലേ? അത് ഈ പടിഞ്ഞാറ് വശത്ത് നിന്ന് കിട്ടിയത്.
ഇല്ല വണ്ടില്ലേ ശരിയും പകുതി ആയിട്ടുണ്ട്. ആ വരുന്നു മീനും തൂളി. ആ പിടയ്ക്കുന്നു പിടയ്ക്കുന്നു. അതിപ്പോൾ പോകാനില്ലേ? ഇതാണ് ആൺ സിലോപ്പിയ. ഇതാണ് ക്ലിക്ക് മാമൻ്റെ ആൺ സിലോപ്പിയ. ഇതാണ് ക്ലിക്ക് മാമൻ്റെ ആൺ സിലോപ്പിയ. ഇറച്ചിയുള്ള മാംസമുള്ള സിലോപ്പിയാണ് ഞങ്ങൾക്ക് ഉള്ളിൽ കിട്ടിയത്. നമ്മളിനി തിരിച്ചു പോകുമ്പോൾ അവിടെ വീണ്ടും ഉടക്കി കിടക്കൂലേ? എന്താ മീൻ കിടന്ന് പിടയ്ക്കുന്നുണ്ടോ? അഞ്ചാറ് സിലോപ്പിയ ഉണ്ട്. തൂളി, ഇതാ തൂളി തൂളി. ഇത് നമ്മുടെ നാടൻ സിലോപ്പിയ, ആൺ സിലോപ്പിയ. നാടനല്ല, എല്ലാം നാടനാ. പക്ഷെ പണ്ടത്തെ ഒരു സിലോപ്പി വരുമല്ലോ നമ്മുടെ കറുപ്പ് കളർ, അതാ സാധനം. അടുത്ത സിലോപ്പിയ ഇച്ചിരി വലിയ സിലോപ്പിയ. എല്ലാം ഒരു വിരിപ്പിലാന്ന് തോന്നില്ല, ഒരേ അളവ്. ചെറുതൊക്കെ ഊരിപ്പോയി കാണാം. അത് ഇച്ചിരി ഇല്ല, വലിയ മീൻ കിടക്കുന്ന വല ആയതുകൊണ്ട് ഈ പരുവത്തിലുള്ള അതിനകത്ത് കിട്ടത്തുള്ളൂ. ഡബിൾ വലയല്ലേ? വെയിറ്റ് ചെയ്താ വരും. ഇത് കുറവായ മുമ്പേ പറഞ്ഞില്ലേ. കുറുവപ്പരൽ, വലിയ കുറുവ. അല്ലെ കഴിച്ചു വിട്ടാറ് കേട്ടോ. പോച്ച് പാടാൻ തോന്നുന്നു. ആമേറി ഉടക്കി. ഇപ്പോൾ ഒരുവിധമൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടങ്ങോട്ട് വലതും അവിടെ വരെ കിടപ്പുണ്ട്. ഇത്രയും കൂടെ ഒന്നുകൂടെ ഒന്ന് നോക്കും. അവിടെ വരെ എത്തുമ്പോഴത്തേക്ക് ഒരു ചരുവ നിറച്ച് മീനാവും. 2 ആ അവിടെ എല്ലാം കിടപ്പുണ്ട്. നമ്മൾ ഇങ്ങോട്ട് നോക്കിയില്ല പറഞ്ഞിട്ടില്ല. നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ടേ പോയത്. ഒരെണ്ണോടെ കിട്ടി. ഓ പിടയ്ക്കാതെ പിടയ്ക്കാതെ. ഇവിടെ 3-4 ഒരുമിച്ച് കിടപ്പുണ്ട്.
നാലെണ്ണം വിളിച്ച്. നമുക്ക് ഇത്രയും സിലോപ്പിയ ആയിട്ടുണ്ട്. ഒരു ചരുവം നിറയാറായിട്ടുണ്ട് സിലോപ്പിയ. ഇതാ ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ കൂട്ടത്തോടെ കിടപ്പുണ്ട്. ഓരോന്ന് അടുത്തടുത്ത് വരാം. നമ്മൾ ഈ ഉടക്കോല ഇട്ടിട്ട് കുളം അനക്കി സിലോപ്പിയെ കുരുക്കി പിടിക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഇപ്പം ഇങ്ങോട്ടെടുത്തും ചാടി എന്തോ വെളിയിൽ ചാടിപ്പോയി. തൂളിയായിരുന്നു. അവിടെ കണ്ടൊരു വലിയ സാധനം കിടന്ന് അടിക്കുന്നുണ്ട്. എന്താന്ന് നോക്കാം. ഊരിപ്പോയില്ല, ഉണ്ട്, സാധനമുണ്ട്. കിടപ്പുണ്ട്. അതെന്തോ ചാടിയേ? മറ്റേ സാധനമാണ്. തൂളിയാണോ? എന്താണ്ടോ എന്നാ തൂളി. ഇതൊക്കെ പുഴയിലെ മീനാണ്. ഈ വെള്ളം പൊങ്ങുമ്പോൾ വന്ന് കയറുന്നത്. ഇവിടെ അങ്ങ് തൂളി അങ്ങനെ വരുന്നില്ല. ആറ്റിലെ മീനാണ്. ഇവിടെ കണമ്പ് ഒരുപാടുള്ളത്. പക്ഷേ ഈ സാധനം അങ്ങനെ വെള്ളപ്പൊക്കത്തി വരുന്നതാണ്. ചാടുവോ? ചാടിപ്പോ ചാക്കിൻ്റെ അടി വെച്ചോ. പത്ത് 15-20 കിലോ ആയി കാണുമോ? 10-20 കിലോ സിലോപ്പി ആയിട്ടുണ്ട്. വല ഫിനിഷായി. വലയുടെ എൻ്റെ എത്തിയിട്ടുണ്ട്. ഒരെണ്ണം കൂടി ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ കഴിഞ്ഞാൽ വലയിലെ കുരുക്ക് വലയിലെ മീൻപിടുത്തം കഴിഞ്ഞു. കിടക്കുന്നു, തീർന്നു. ലാസ്റ്റ് സിലോപ്പിയ. അപ്പോൾ നമ്മളിനി വല അങ്ങ് തിരിച്ചെടുക്കുകയാണ്. എന്താ ഇത്രയും സ്ഥലത്ത്, ചെറിയൊരു സ്ഥലത്താണ് ഈ മരത്തിൻ്റെ അടിയിൽ വലയിട്ടിട്ട് വന്ന് അനക്കി പിടിച്ച മീനാണ് ഇത്രയും. ഇത്രയും സിലോപ്പി കിട്ടിയിട്ടുണ്ട്.